Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna Prabhuji Hare Krishna Krishna Madhya Krishna എല്ലാവർക്കും പ്രണാമം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദ്രയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീ ഗുരു ദീനധാരിണം ശ്രീ ചൈതന്യമീശ്വരം അജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം തദാതി സഭാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീവിശാഖാനീം താംസ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പഞ്ചകൽപതരൂപേച്ഛ കൃപാസിന്ധിഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ നമസ്തേ സാരസ്വതദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേഷ്ണ പ്രഭാതിക്ക് ജയ്, ഗുരുദേവ്ക്ക് ജയ്, അനന്തകോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഹരേഷ്ണ 15-ാമത്തെ അല്ലേ ശ്ലോകം അല്ലേ? 15-ാമത്തെ മന്ത്രം. അതെ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവ. ഹരേഷ്ണ. അപ്പൊ 15-ാമത്തെ മന്ത്രം പറയുന്നത് ഹിരൺമയേ പാത്രേണ സത്യസാഭിഹിതം മുഖം തത്ത പുരുഷം അപ്രാവണ്യ സത്യധർമായ ദൃഷ്ടയേ. അപ്പൊ ഇതിൽ പറഞ്ഞത് എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ യഥാർത്ഥ മുഖം അങ്ങയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഉജ്ജ്വല പ്രഭയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ദയവായി ആ ആവരണം മാറ്റി അങ്ങയുടെ പരിശുദ്ധ ഭക്തന് ദൃശ്യമായാലും. അപ്പൊ ഇതില് ഭഗവാന്റെ ആ രൂപത്തെ കാണാൻ വേണ്ടി ഒരു ഭക്തൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിൽ എന്താണ് ആദ്യം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാനെ ചുറ്റിട്ട് എന്താണ് ആ പ്രഭാവലയുണ്ട് അല്ലെ, ആ സ്വർണപ്രഭയാണ്. ഹിരൺമയ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ പ്രഭാവലയാണ്. അപ്പൊ അത് മാറ്റിയിട്ട് എനിക്ക് അങ്ങയെ കാണിച്ചു തന്നാലും, അങ്ങ് ആരാണെന്ന് എന്നെ കാണിച്ചു തന്നാലും എന്ന് പറയുന്നു. ഒരു ശുദ്ധ ഭക്തന്റെ ചിന്താഗതിയാണത്. അല്ലെങ്കിൽ നമ്മൾ പതുക്കെ അവിടേക്ക് കടക്കുമ്പോൾ, ഭഗവാനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം കാണാൻ എന്തായിരിക്കും? ഭഗവാന്റെ പ്രഭാവപൂരം തന്നെയായിരിക്കും. അതാണ് സ്വർണപ്രഭയുടെ പ്രഭാവം. അത് നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടല്ലേ, സൂര്യൻ, പിന്നെ സൂര്യഗോളം, പിന്നെ സൂര്യദേവൻ എന്നുള്ളത്. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. ഹരേഷ്ണ. ആരാ വായിക്കണ മന്ത്രം? ഗീതമാതാജി വായിച്ചോളൂ. മുട്ട.
हिरण्मयेन पात्रेण सत्यसाभिहितं मुखं तत्त्वं पुरुषन् अपावृणु सत्यधर्माय दृष्टये. हरे कृष्ण. सुमंदाजी. हरे कृष्ण प्रभुजी. हिरण्मयेन पात्रेण सत्यसाभिहितं मुखं तत्त्वं पुरुषन् अपावृणु सत्यधर्माय दृष्टये. हरे कृष्ण. कृष्ण. सौदमन माताजी. हरे कृष्ण. हिरण्मयेन पात्रेण सत्यस्यापि हितं मुखं तत्त्वं पोषन् अपावृणु सत्यधर्माय दृष्टये. हरे हरे कृष्ण. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് ഇങ്ങനെ പറയുന്നത് അല്ലെ, എല്ലാ ജീവജാലങ്ങളും ആധാരമായി അല്ലേ ഭഗവാനെ അങ്ങയുടെ യഥാർത്ഥ മുഖം അങ്ങയുടേത് തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഉജ്ജ്വലപ്രഭ അങ്ങയുടെ തന്നെയാണ് അതല്ലേ. അപ്പൊ അത് പ്രഭയ മറക്കപ്പെട്ടിരിക്കുന്നു. ദയവായി ആഭരണം മാറ്റി അങ്ങയുടെ പരിശുദ്ധമായ ഭക്തന് ദൃശ്യമായാലും എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഭഗവാനെ നമ്മൾ പെട്ടെന്ന് സാക്ഷാൽ നമ്മൾ പറയുന്നുണ്ട്, ഭഗവാന്റെ സമസുന്ദര രൂപമൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ് അവിടേക്ക് എത്തുമ്പോഴേക്കും, അതായത് ഭഗവാന്റെ പ്രഭാവ രൂപം തന്നെയാണ് ആദ്യം നമുക്ക് മനസ്സിലാവുന്നത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും. അവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് ലെവലിലേക്കുള്ളത് പരമാത്മ രൂപ, പിന്നെ ഭഗവാൻ രൂപയിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു യഥാർത്ഥ ഭക്തൻ ആദ്യമായിട്ട് എത്തുന്നത് ഭഗവാന്റെ ആ പ്രപഞ്ച വലയത്തിലേക്കാണ്. ആ പ്രപഞ്ച വലയം തന്നെയാണ് ആദ്യം കാണാം, അതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ ഭഗവാനുണ്ട്. ഇവിടെയാണ് ഈ അദ്വൈതവാദികൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ മീൻസ് മായാവാദികൾ. ഇവരിവിടെ വന്ന് നിൽക്കാണ്. അപ്പൊ ഭഗവാന്റെ പ്രഭാവ രൂപം, അപ്പൊ പിറകില് ഭഗവാൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിന് അവര് ശ്രമിക്കുന്നില്ല, അതിന് മുന്നിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നില്ല. ചില കുട്ടികളുണ്ടല്ലോ, ഡിഗ്രി കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു, ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യം. അവരവിടെ വന്ന് നിൽക്കാണ്. അപ്പൊ അതിന് അവര് അവിടെ വന്ന് വിലയം പ്രാപിക്കാന്ന് പറഞ്ഞു. അതിന്റെ ഉള്ളിലേക്ക് വീണ്ടും പല കാര്യങ്ങളുണ്ട്, അത് അവര് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇത് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിന് ക്ലിയർ ആണ്. കാരണം എന്ന് വെച്ചാൽ ഭഗവാൻ ഒരു രൂപമുണ്ടെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ മന്ത്രത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. കാരണം എന്താ വെച്ചാൽ ഭഗവാനെ എന്ന് പറയുന്നുണ്ട് അല്ലെ, അങ്ങയുടെ അങ്ങയുടെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഉജ്ജ്വലപ്രഭയാൽ മറക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അങ്ങ് അവിടെ ഉണ്ട്, ഒരു സത്യമുണ്ട്. ആ സത്യത്തിനെയാണ് മറച്ചിരിക്കുന്നത്. ആ സത്യം എനിക്ക് കാണാൻ, ആ പരമസത്യത്തെ മൂടപ്പെട്ടിരിക്കുന്നതാണ്. ആ പരമസത്യം കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം, അതിന് ശവാസി നമ്മൾ പഠിക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. ആ സത്യത്തെ മറച്ചു വെച്ചിരിക്കുന്ന ഉപനിഷത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു വന്നിരിക്കുന്നത്. അതെന്താണ്, അതും എന്താ പറയുന്നത്, ഹിരൺമയ്യേനെ സ്വർണ്ണപ്രഭയാണെന്ന് പറഞ്ഞു. സ്വർണ്ണപ്രഭയാല് ഭഗവാനെ മറച്ചു വെച്ചിരിക്കുകയാണെന്ന് ക്ലിയർ കട്ട് നമുക്ക് ഈ 15ാം മന്ത്രത്തിൽ പറഞ്ഞു തരുന്നു. അപ്പൊ ഭഗവാൻ അവിടെ ഉണ്ട്. നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വെച്ചിട്ട് ഭഗവാൻ അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് ദ്വൈതവാദത്തില് പിന്നെ രണ്ടും രണ്ടാണ്. അതായത് ഭഗവാൻ വേറെ, ഭഗവാന്റെ പ്രഭാവം വേറെ. ഇതാണ്. അപ്പൊ ആ പ്രഭാവത്തെ മാറ്റി തന്ന് എനിക്ക് അങ്ങയെ കാണിച്ചു തന്നാലും എന്നാ പറയുന്നത്. അപ്പൊ ക്ലിയർ കട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഭഗവാൻ ഉണ്ട്, അല്ലാണ്ട് വെറും വ്യക്തിഗത ഭാവോ പിന്നെ എന്താണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണതോ അതൊന്നല്ല. ഭഗവാന്റെ രൂപത്തെ കാണിച്ചു തരാനാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ പക്ഷെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ ഭഗവാൻ ഉണ്ട്, ആ ഭഗവാന്റെ പ്രഭാവപൂരമുണ്ട്, അത് മാറ്റി എനിക്ക് കാണിച്ചു തരണം എന്നാ പറയുന്നത്. ഓക്കെ. പിന്നെ ഭഗവത്ഗീതയിലും എന്താ പറയുന്നത്, തന്റെ വ്യക്തി രൂപത്തിൽ നിർഗളിക്കുന്ന അത്യുജ്വല പ്രഭാപൂരത്തെ ബ്രഹ്മജ്യോതിയെ കുറിച്ച് പ്രകാരം വിവരിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെയും പറയുന്നുണ്ട്, അത് ഭഗവത്ഗീതയിലും ഇത് പറയുന്ന ഒരു ശ്ലോകം ഉണ്ട്. അതെന്ന് ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ വയ്യസ്യ ശാശ്വതസ്യ ധർമ്മസ്യ സുഖസൈകാന്തികസ്യ ജ. അമൃതവും അക്ഷയവും അത്യന്ത സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഭഗവത്ഗീതയിൽ കുറെ ശ്ലോകങ്ങളൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പൊ ഭഗവത്ഗീത പറയുന്നത് ഈ ശ്ലോകത്തിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ ഈ ശ്ലോകം ഭഗവത്ഗീതയുടെ ബേസിലാണ്. അപ്പൊ എന്ത് തന്നെയായാലും അവിടെ എന്താണ്, അമൃതവും അക്ഷയവും അത്യന്തിക സുഖത്തിന്റെ മൂല്യം. അപ്പൊ അതാണ് ഒന്നും നശിക്കാത്തത് അല്ലെ, അക്ഷയവും. പിന്നെന്താണ് അത്യന്തിക സുഖം, അതാണ് ആ പരമാനന്ദം, അതിന്റെ ആ വ്യക്തിശൂന്യം ബ്രഹ്മം. അപ്പൊ ഇവിടെ ആദ്യം കാണുമ്പോൾ എന്താണ്, അവിടെ വ്യക്തിനെ കാണുന്നില്ല, അതിന്റെ കംപ്ലീറ്റ് പ്രഭാവലയാണ് കാണുന്നത്. അവിടെയാണ് വ്യക്തിശൂന്യത്തിലേക്ക് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള അതിന്റെ അടിസ്ഥാനം ഞാൻ തന്നെ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തി ഉണ്ട്. അപ്പൊ സുഖ സൈകാന്തികസ്യ ച എന്ന് പറയുമ്പോഴേ അതിന്റെ അടിസ്ഥാനം ഞാനാണ് എന്ന് ഭഗവത്ഗീതയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്.
അമൃതവും അക്ഷയും അത്യന്തികമായ സുഖത്തിന്റെ മൂല്യസ്ഥാനമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. അതിപ്പോ പറഞ്ഞു നമ്മള്. പിന്നെ ഇതേപോലെ തന്നെ അത് നമ്മൾ പറഞ്ഞ ആദ്യമേ തന്നെ ബ്രഹ്മം, പരമാത്മ, ഭഗവാൻ എന്നിവയാണ് നിരുപേക്ഷ സത്യത്തിന്റെ 3 ഭാവങ്ങൾ. അപ്പൊ ഭഗവാൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ 3ആയിട്ട് തിരിക്കാം, ജനറൽ ആയിട്ട് പറയുമ്പോ. അതാണ് നമ്മൾ ആദ്യമേ തന്നെ സൂര്യൻ, സൂര്യഗോളം, അതേപോലെ തന്നെ സൂര്യദേവൻ, അങ്ങനെ 3ആയിട്ട് തിരിച്ചു. ഇത് തന്നെയാണ്. അപ്പൊ ആദ്യത്തെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മ സാക്ഷാത്കാരമാണ്, പിന്നെ പരമാത്മാ സാക്ഷാത്കാരം, പിന്നെ ഭഗവാൻ സാക്ഷാത്കാരം. അപ്പൊ ചിലവര് എന്താണ് ബ്രഹ്മ സാക്ഷാത്കാരം എത്തിക്കഴിഞ്ഞാൽ അതിൽ ഹാപ്പി ആവാം, പിന്നെ അപ്പുറത്തേക്ക് അവർ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ അവരെ ശാസ്ത്രം അവർ പഠിച്ച സമ്പ്രദായം അനുസരിച്ച് അതിനപ്പുറത്തേക്ക് അവർ പഠിക്കുന്നില്ല, അവരവിടെ നിൽക്കണം. അതേപോലെ തന്നെ പരമാത്മാ സാക്ഷാത്കാരം, അതേപോലെ തന്നെ ഭഗവാൻ സാക്ഷാത്കാരത്തിലാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ഭക്തർ ഭഗവാൻ സാക്ഷാത്കാരത്തിൽ എത്തണം. അല്ലെങ്കിൽ എന്താ, വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മസാക്ഷാത്കാരം ചെയ്ത വ്യക്തികള് പരമാത്മാ സാക്ഷാത്കാരത്തിലേക്ക് കടക്കണം. ഇപ്പൊ നമുക്ക് 4 കുമാരന്മാരെ കഥ അറിയാം. അവര് പരിശുദ്ധ, അതായത് അവര് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അതായത് അവ്യക്തിഗത ഭാവമാണ് അവര് വിട്ടത്. പക്ഷെ എന്താണ്, ഭഗവാനെ കാണുകയും ഭഗവാന്റെ തുളസിദളം അത് ശ്വസിക്കുന്ന അവിടെ എത്തുമ്പോഴാണ് ഭഗവാനെ പറ്റി അവർ മുഴുവനും മനസ്സിലാക്കുന്നത്. അതാണ് പറഞ്ഞ പല തലങ്ങള് ഇതിലുണ്ട് എന്ന് അത്ര നമ്മൾ മനസ്സിലാക്കണം. ഒരു തുടക്കക്കാരന് വളരെ സുഗമമായി മനസ്സിലാക്കുന്ന ഭാവമാണ് ബ്രഹ്മം. അതാണ് ആദ്യം നമ്മൾ ഇനിഷ്യലായിട്ട് നമ്മൾ എത്താം ബ്രഹ്മസാക്ഷാത്കാരത്തിലാണ്, ഭഗവാന്റെ പ്രകാശ ജ്യോതിയിലേക്ക് നമ്മൾ എത്താണ് ചെയ്യുന്നത്. കുറച്ചും കൂടെ പുരോഗമിച്ച് കൈവരിച്ചാലാണ് പരമാത്മ സാക്ഷാത്കാരം നേടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അന്തിമ സാക്ഷാത്കാരമായ ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ 3 സാക്ഷാത്കാരത്തിന്റെ ലെവലാണ് ക്ലിയർ കട്ട് നമുക്ക് മനസ്സിലായി. നമ്മൾ എല്ലാവരും A to Z നമ്മൾ എന്താണ് ആദ്യം ഭഗവാന്റെ വെളിച്ചം അതിലേക്കാണ് നമ്മൾ എത്താ. അത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള പരമാത്മ രൂപനെ മനസ്സിലാവും, പിന്നെ നമുക്ക് ഭഗവാനെ മനസ്സിലാവും. അതേപോലെ തന്നെ മത്പരതരം നന്യാത് എന്ന് ഭഗവത്ഗീതാ വചനത്തിൽ 7.7 ഭഗവാൻ പ്രഖ്യാപിക്കുന്നു. 7.7 എന്താണ്? മത്പരതരം നാന്യത് സൂത്രേ മണിഗണ ഇവ. മത്തപരതര നന്യ കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല, മുത്തുന്മേൽ നൂല് എന്ന പോലെ സർവ്വതും എന്നിൽ ഇണക്കി കോർത്തിരിക്കുന്നു. അപ്പൊ ഭഗവാനാണ് എല്ലാത്തിന്റെ കാരണം എന്ന് പറയുന്ന ശ്ലോകാണത്. അതിലെന്താണ്, നമുക്കൊരു മാല എടുത്തു കഴിഞ്ഞാൽ മാലയുടെ ഉള്ളിൽ തന്നെ നൂലാണ് അതിന് മാല എന്ന് പറഞ്ഞാൽ, നൂലില്ലെങ്കിൽ നമ്മൾ മാല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് പറയുക എല്ലാതും എന്നിൽ ഇണക്കി ചേർത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, ഈ പ്രഭാവമാണെങ്കിലും ആ പ്രഭാവത്തിന് ഒരു കാരണമുണ്ട്. വെറും പ്രഭാവം വരില്ല, തന്നെത്താൻ ഇങ്ങനെ ഒരു വെളിച്ചം വരില്ല. അതിന്റെ പിറപ്പം നമുക്കൊരു ലൈറ്റ് വരണമെങ്കിൽ സൂര്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ ടോർച്ച് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ബാഗിൽ ഒരു സാധനം വർക്ക് ചെയ്താലും ഒരു പ്രഭാവം വരുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ആ പ്രഭാവത്തിന്റെ കാരണം ഞാനാണ്. അതാണ് ഈ ശ്ലോകമായിട്ട് കണക്ട് ചെയ്യണത്. ഇത് ഭഗവതിയുടെ ശ്ലോകമായിട്ട് കണക്ട് ചെയ്യണത്. അതിന്റെ കാരണം, അതിന്റെ പിറകിൽ ഞാനാണ്, എന്നെക്കാൾ ശ്രേഷ്ഠമായ സത്യം മുത്തിൽ നൂലിന്മേൽ എന്ന പോലെ സർവ്വതും എന്നിൽ ഇണക്കി ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ബ്രഹ്മജ്യോതിസിന്റെയും സർവ്വവ്യാപിയ പരമാത്മാവിന്റെ ഉറവിടം. അപ്പൊ അത് നമ്മൾ ഊട്ടിയുറപ്പിക്കുകയാണ്. അതാണ് സത്യം. കാരണം ഇതിന്റെ പിറകിൽ ഒരു ചൈതന്യമുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഒരു സത്യം ഉണ്ടായിരിക്കും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു പ്രകാശം ഇങ്ങനെ തന്നെത്താനെ വരില്ല, ഒരു ഗോളം തന്നെത്താൻ ഇങ്ങനെ വരില്ല. അതിന് നമ്മള് പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഡെവലപ്പായി വരുന്നത്, ജീവജാലങ്ങൾ വരുന്ന തന്നെത്താൻ അങ്ങോട്ട് വരില്ല. ചൈതന്യം ഇങ്ങനെ തന്നെത്താനെ വരില്ല. അതിന് ഒരു കാരണമുണ്ട്. ആ കാരണത്തിന്റെ കാരണമാണ് ഭഗവാൻ. അതിന് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ബ്രഹ്മജ്യോതിസിന്റെയും സർവ്വവ്യാപിയ പരമാത്മാവിന്റെയും ഉറവിടം. അപ്പൊ ഭഗവാൻ ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. അപ്പൊ അതില് ഇൻഡയറക്റ്റ് ആയിട്ട് സ്ഥാപിക്കുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ ദ്വൈതവാദം, രണ്ടും രണ്ടാണെന്നുള്ള കാര്യങ്ങൾ ഊട്ടിയുറപ്പിക്കുകയാണ് ഈ ശ്ലോകങ്ങളിൽ കൂടി. ഭഗവത 10:42 ഭഗവാൻ തുടർന്ന് വിവരിക്കുന്നു. അതെന്താ പറയണത്? അഥവാ ബഹുനൈവദേന കിം ജാതേന സർവാർജുന വിശിഷ്ടാഹിതം കൃഷ്ണം ഏകോംശനാ സ്ഥിതോ ജഗത്. അതെന്താ പറയണത്? അല്ലെങ്കിൽ ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് വേണം? എൻ്റെ ഒരു ചെറിയ അംശമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് നിൽക്കുന്നത്. അത് നമുക്കറിയാം.
കാരണം എന്ന് വെച്ചാൽ വിഭൂതി യോഗ അല്ലേ 10ാമത്തെ ഇതിൽ പറഞ്ഞത്. ലാസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, ഇനി ഇത്രയും നിനക്കിത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, ഞാൻ ഇത്രയും കാര്യങ്ങള് നിനക്ക് പറഞ്ഞു തന്നു, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ എൻ്റെ ഒരു അംശം മാത്രമാണ്. ഈ മഹാപ്രപഞ്ചത്തെ നിലനിർത്തി പോരുന്നത്, എന്താ പറയുന്നത്, നിലനിർത്തി പോരുന്നത് എൻ്റെ ശക്തിയുടെ ഒരു ചെറിയ ഒരു അംശമാണ്. അപ്പൊ ഭഗവാനെ പറ്റി നമ്മൾ ഈ പ്രപഞ്ചം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചേക്ക്, അപ്പൊ ഭഗവാന്റെ ആ ശക്തിനെ പറ്റി, അപ്പൊ അത് തന്നെ ഭഗവാന്റെ ഒരു അംശമാണെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത് ഇതിനൊക്കെ ഒരു കാരണമുണ്ട്, കാരണമില്ലാതെ ഒരു കാര്യവും നടക്കില്ല, ആ കാരണം ഞാനാകുന്നു. ഈ ശ്രുതി മന്ത്രത്തിൽ പരംപുരുഷനും പുരുഷൻ അഥവാ ആത്യന്തിക പരിപാലകൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. അപ്പൊ എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണൻ സദാ അതീന്ദ്രിയാനത്തിൽ നിറഞ്ഞവനായി വർത്തിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്താണ്, എപ്പോഴും അതീന്ദ്രിയ ആനന്ദത്തിൽ, അതിന് സച്ചിദാനന്ദ എന്ന് പറഞ്ഞത് അല്ലെ, ആ ആനന്ദത്തിൽ നിറഞ്ഞവനാണ് ഭഗവാൻ. നമ്മൾ അത് കാരണം കൊണ്ടാണ് നമ്മളും ഭഗവാന്റെ അംശമായതുകൊണ്ട് നമ്മളും ആനന്ദത്തിൽ തന്നെയാണ്. ആത്മാവ് എപ്പോഴും ആനന്ദത്തിൽ തന്നെയാണ്. പക്ഷെ എന്താണ്, ആ ഭഗവാനായിട്ട് ആ കണക്ഷൻ കിട്ടാത്ത കാരണം കൊണ്ട് ആ ആനന്ദം ചുറ്റുപാടും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അതീന്ദ്രിയ, ഭഗവാൻ ഏത് സമയവും അതീന്ദ്രിയ ആനന്ദത്തിൽ തന്നെയാണ്. ഭാരതത്തിലെ വൃന്ദാവനത്തിൽ സന്നിധാനം ചെയ്തിരുന്നപ്പോൾ ശൈശവ ലീലകൾ തുടങ്ങി അവിടുന്ന് സദാകാലവും അതീന്ദ്രിയാനന്ദത്തിൽ മുഴുകിയവനായിരുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ നമുക്കറിയാം വൃന്ദാവനത്തിൽ അവതരിച്ചപ്പോൾ അല്ലെ, ഭഗവാൻ വൃന്ദാവനത്തിൽ അവതരിക്കണം. അവിടെയും ഭഗവാൻ എന്താണ്, ശൈശവമായിട്ടുള്ള ആനന്ദത്തില്, ശൈശവമായിട്ടുള്ള ലീലകളിൽ ഭഗവാൻ നിന്നിരുന്നു. അതിൽ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഭഗവാൻ ചെയ്ത ലീലകളെ പറ്റി പറയുമ്പോൾ പലതരം ലീലകളുണ്ട്. അതിലൊന്നാണ് വെണ്ണ മോഷ്ടിക്കൽ, നവനീന ചോരണം എന്ന് പറയുന്നത്. അങ്ങനെ അതേപോലെ തന്നെ സാധാരണ ചെറിയ കുട്ടികളായിട്ട് അല്ലെ കളിച്ച് ലീലകൾ ചെയ്തിരുന്നു. അപ്പൊ അതിന് ഉദാഹരണം പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെയുള്ള ഒരു ഇത് കിട്ടാൻ കാരണം ആർക്ക്, ഈ വൃന്ദാവനത്തിലെ ബാലന്മാർക്ക്, അവരെന്ന് പറയുന്നത് അത്രയധികം കുറെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് അവർക്ക് അങ്ങനത്തെ ഉള്ള ഒരു ആത്മീയമായിട്ടുള്ള, അത് ഭഗവാനോട് കളിക്കുന്ന രീതിയിലുള്ള ആ ലെവലിലേക്ക് അവർ ഉയർന്നത് തന്നെ. കാരണം ആ സമയത്ത് ആ കുട്ടികള് ഭഗവാനെ ഒരു ഭക്തനായിട്ടല്ല കാണുന്നത് അല്ലെ, ഒരു കളിക്കൂട്ടുകാരനായിട്ടാണ് കാണുന്നത്. ആ ലെവലിലേക്ക് ഉയരണമെങ്കിൽ അവർ പല ജന്മങ്ങള് എടുത്തതിന് ശേഷമാണെന്ന് പറയുന്നത്. അതായത് പറയുന്നത് ജ്ഞാനികൾ അനന്തമായ അവ്യക്ത ബ്രഹ്മമായും ഭക്തം പരമപുരുഷനും ലൗകികജന സാധാരണ മനുഷ്യനെ കരുതുന്ന പരമദിവ്യോത്തമ പുരുഷൻ നിരവധി ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച പുണ്യത്തിൽ ഈ അവസ്ഥ എത്തിയ ഇടയ ബാലന്മാരോടൊപ്പം കേളികളാടുന്നു. അപ്പൊ സാധാരണ വ്യക്തികൾ എന്താണ്, സാധാരണ വ്യക്തികൾ ഭഗവാനെ ഒരു സാധാരണ പുരുഷനായിട്ട് മനുഷ്യനായിട്ടാണ് കാണുന്നത്. ലൗകിക ജനങ്ങൾ സാധാരണ മനുഷ്യനായിട്ട് ഭഗവാനെ കാണുന്നു. ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ അവരുടെ ആനന്ദമായ അവ്യക്തിഗത ബ്രഹ്മമായി, ജ്ഞാനികൾക്ക് ഭഗവാനെ അവ്യക്തിഗത ബ്രഹ്മമായിട്ട് കാണുന്നു. ഭക്തമായ അതേപോലെ തന്നെ ലൗകിക ജനങ്ങൾ സാധാരണ മനുഷ്യനെ കരുതുന്നു. അങ്ങനെ ഇവർ ആരാണെങ്കിലും പല ജന്മങ്ങൾക്ക് ശേഷം ആർജിച്ച ഒരു ഗുണം കൊണ്ട് കാരണമാണ് അവര് ബാലന്മാരായിട്ട് മാറുന്നത്. ആ ബാലന്മാരായിട്ടാണ് ശരിക്കും ഭഗവാനായിട്ട് കേളികൾ ആടുന്ന പറയുന്നത്. അപ്പൊ അത് ഈസി അല്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കും ഭഗവാൻ ആരാണ്, ബാലന്മാരായിട്ട് കളിക്കല്ലേ എന്ന് വിചാരിക്കില്ല. ആ കളിക്കുന്നതിന് അത് സ്വന്തം കൂട്ടുകാരാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജന്മങ്ങൾ, നിരവധി ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച പുണ്യത്തിൽ ഈ അവസ്ഥയിലെത്തി ഇടയന്മാരോടൊപ്പം കേളികളാടുന്നു എന്നാ പറയുന്നത്. അതാണ് ഭഗവാന്റെ സന്തത സഹചാരികളാവുന്നത് അത്ര എളുപ്പമുള്ള. അനേക ജന്മങ്ങളുള്ള ഭക്തിയുദ്ധ സേവനങ്ങൾ ചെയ്തവർക്കോ ഭഗവാനിലേക്ക് അതേ രീതിയിൽ ആ കളിക്കൂട്ടുകാരെ അല്ലെങ്കിൽ ഏത് ലെവലിലേക്കും ഉയരാൻ കഴിയുള്ളൂ. അതാണ് പറയുന്നത്. അകാസുരൻ, ബകാസുരൻ, പ്രലംബാസുരൻ, ഭൂതന മുതലായ നിരവധി അസുരന്മാരുടെ നിഗ്രഹം അവിടത്തേക്ക് ഒരു വിനോദം മാത്രമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ലീലകളാണ്, അല്ലാണ്ട് അവരെ വധിക്കണം അങ്ങനൊന്നല്ല. അതൊക്കെ ഭഗവാന്റെ ഒരേ ലീലകളാണ്. വൃന്ദാവന ഗ്രാമത്തിൽ സ്വന്തം മാതാവ്, സഹോദരൻ, സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പം ആനന്ദിച്ചും നവനീത ചോരണം, വെണ്ണ മോഷ്ടിക്കൽ എന്ന കുസൃതിയിൽ ഏർപ്പെട്ടും ഭഗവാൻ ക്രീഡിച്ചു. അപ്പൊ അതാണ് ഭഗവാൻ അത് ആനന്ദിച്ചു. വൃന്ദാവനത്തിൽ വെച്ച് അദ്ദേഹം നിർമ്മിച്ച ലീലകളെല്ലാം തന്റെ സഹചാരികളെ രസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് അറിയാം. കാരണം
ഇത്രയും ജന്മങ്ങൾക്ക് ശേഷമാണ് ഭഗവാന്റെ സഹചാരികളായിട്ട് മാറുന്നത്. ആര്? അപ്പോഴത്തെ ആ സമയത്ത് അപ്പൊ അവരെ രസിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭഗവാൻ ആ ലീലകളിൽ. അതാണ് അവിടെ ചെയ്യുന്നത്. അതിന് നമ്മൾ ലീലകൾ, ഇപ്പൊ ഭൂതനെ കൊന്നു അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയുമ്പോ ഇതെല്ലാതും ഭഗവാന്റെ ഒരു ലീലകൾ. എന്താ? സ്വന്തം സഹചാരികളെ സന്തോഷിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഇത്തരം ലീലകൾ സൃഷ്ടിച്ചത് സൂക്ഷ്മ ഊഹബോഹക്കാരെയും ഹഠയോഗ അഭ്യാസ സമ്പ്രദായത്തിന് നിരവധി സത്യം കണ്ടെത്തി ശ്രമിക്കുന്നതിനും തന്നിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇത്തരം ഇതൊക്കെ ചെയ്തത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് പ്രേമരസം അതിന് വേണ്ടിയിട്ടാണ്. ആ ആനന്ദം അനുഭവിക്കുക എന്നാണ്. അപ്പൊ ഹഠയോഗ ചെയ്യുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടൂല, പ്രേമരസത്തിലാണ് ആനന്ദം കിട്ടുന്നത്. അപ്പൊ ഒരു സ്നേഹബന്ധം അതെന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിലൂടെ എല്ലാവരെയും ഭഗവാൻ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ, അതായത് ഭക്തിയുത സേവനങ്ങള്, സർവീസ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് എന്താ പറയുന്നത് ഭക്തി എന്ന് പറയുന്നത്, ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ ഭക്തി. അപ്പൊ എല്ലാവരും ആകർഷിക്കണം അല്ലെ. പ്രേമം എന്ന് പറയുമ്പോൾ എല്ലാവരും ആകർഷിക്കണം. അപ്പൊ ഹഠയോഗ ചെയ്താലും അതേപോലെ ഊഹാഭോഗങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിൽ നിന്നുള്ളൊരു ആനന്ദം നമുക്ക് ലഭിക്കുന്നില്ല. ആനന്ദം എന്താണെന്ന് ഭഗവാൻ തന്റെ ലീലകളിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആർക്ക്? ഈ ഹഠയോഗം ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ശുഷ്കമായ ഊഹാഭോഗക്കാരെയും. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഭഗവാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഭഗവാന്റെ സഹചാരികളും കൂടിയിട്ട് കളിക്കുകയാണ്. അപ്പൊ കളിക്കുമ്പോൾ പല രീതിയിലുള്ള പല ലീലകൾ. അപ്പൊ ലീലകൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആനന്ദിക്കുന്നുണ്ട്. മനസ്സിലായി? ആ ആനന്ദം എന്താണെന്ന് ഇതാണ് ആനന്ദം, ഇതാണ് ഭഗവാൻ, ഇതാണ് ഞാൻ ഇന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവര് അതിലേക്ക് ആകർഷകരായിപ്പെടും. അതിനു വേണ്ടിയാണ് ഭഗവാൻ ലീലകൾ ചെയ്തിരുന്നത്. അതേപോലെ തന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് 10:12 സുഖദേവ ഗോസ്വാമി ഭാഗവതത്തിൽ 10ാം സ്കന്ധം 12ാം അധ്യായം 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഇതം സദാം ബ്രഹ്മം സുഖാനുഭൂത താസം ഗദാന പരദൈവതേന മായാശ്രിതാനം നരധാരകേന സാഗം വിജ്രഹു കൃത പുണ്യപുജ്ഞ. ഞാൻ അതിപ്പം പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ജ്ഞാനികൾ ആനന്ദവും അവ്യക്തവുമായ ബ്രഹ്മമായും ഭക്തന്മാർ പരമപുരുഷനായും ലൗകിക ജനങ്ങൾ സാധാരണ മനുഷ്യനെയും കരുതുന്ന പരമദിവ്യോത്തമ പുരുഷൻ നിരവധി ജന്മം കൊണ്ട് ആർജിച്ച പുണ്യത്താൽ ഈ അവസ്ഥയിലെത്തിയ ഇടയ ബാലന്മാരോടൊപ്പം കേളികളാടുന്നു. അപ്പൊ നമ്മള് ഇത് ഇപ്പൊ പറയണതാണ് എപ്പോഴും ഇതെങ്ങനെയാണ്? ഇടയന്മാര്, അതായത് ബാലന്മാര്. ഈ ബാലന്മാര് എന്താണ്? ഭഗവാനോട് കളിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെ കളിക്കാൻ പറ്റുന്നു? ഭഗവാൻ അത്തരം ഹൈ ലെവലിലുള്ള വ്യക്തിയാണ്. അതിനൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവിനെ അറിയാം ഭഗവാൻ ഇവിടെ അവതരിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ബ്രഹ്മാവ് വരുന്നുണ്ട് കാണാൻ വേണ്ടി. ഭഗവാനെ കാണും. ഭഗവാന് ഭൗതിക ലോകത്തിൽ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഭഗവാൻ വരുന്ന സമയത്ത് ബ്രഹ്മാവിന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയ ഏറ്റവും പൊസിഷനിലാണല്ലോ ഭഗവാന്റെ പൊസിഷൻ. ആ വ്യക്തി എന്താ ചെയ്യുന്നത്? ഈ ബാലന്മാരായിട്ട് കളിക്കണം. അതായത് ബാലന്മാരായിട്ട് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ അവരെ കളികൾ എന്താണ്? ഒരാൾ തോറ്റു കഴിഞ്ഞാൽ അടുത്ത ആള് തലയിൽ കൊണ്ടുപോകണം. അപ്പൊ എന്താണ്? ഭഗവാന്റെ തോളിന്മേലാണ് കുട്ടികൾ കയറിയിരിക്കണം. കാരണം ഭഗവാൻ തോൽക്കുന്നുണ്ട്, അങ്ങനെ കളിക്കണം. അങ്ങനത്തെ കളികൾ കാണുമ്പോ ബ്രഹ്മാവിന് സംശയം, ഇത് പരമദൈവത്വം പുരുഷൻ തന്നെയാണോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ അത് അവരിലേക്ക് എത്തണമെങ്കിൽ ആ ലെവലില് ഭഗവാന്റെ തോളിൽ ഇരിക്കാവുന്ന ലെവലിലേക്ക് അവരെത്തണമെങ്കിൽ ഭാഗവതത്തിൽ പറയുന്നതാണ്. അത് ഭാഗവാണ് ബേസ് എന്തൊരു കാര്യത്തിന്. അതിൽ പറയണ എന്താണ്? അവര് നിരവധി ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച പുണ്യത്തിലാണ് ഈ അവസ്ഥയിൽ അവരെത്തുന്നത്. അപ്പൊ ജ്ഞാനികൾ എന്ന് പറയുമ്പോ, സാധാരണ ജ്ഞാനികൾ എന്ന് പറയുമ്പോ അവര് എന്താണ്? ഭഗവാന്റെ അവ്യക്തിഗത ബ്രഹ്മത്തെയും ഭക്തന്മാർ പരമപുരുഷനായും ലൗകിക ജനങ്ങൾ സാധാരണ മനുഷ്യനായും കരുതുന്നു. അപ്പൊ അതിനേലും അപ്പുറത്താണ് ഈ ബാലന്മാരുടെ അവസ്ഥ. അവര് അത്രയും ജന്മങ്ങൾക്ക് ശേഷം. അപ്പൊ ഭക്തന്മാര് പരമപുരുഷനായിട്ടാണ് കാണുന്നത്, ജ്ഞാനികൾ ആനന്ദമായ അവ്യക്തിഗത ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ലൗകിക ജനങ്ങൾ സാധാരണ മനുഷ്യനായിട്ട് പോലെയാണ് കാണുന്നത്. പക്ഷെ എന്താണ്? ഈ ബാലന്മാർ അവര് ജന്മജന്മാന്തരങ്ങൾ കൊണ്ടാണ്
ഭഗവാനായിട്ട് കളിക്കുന്ന ലെവലിലേക്ക് വിടുന്നത്. അതും ഭഗവാന്റെ ഒരു ലീലയാണ്. അതിന് ഭഗവാന്റെ പോലെ സാമീപ്യം, സായുജ്യം അതൊക്കെ പറയണതിന്റെ കാരണം അതേപോലെ തന്നെ സാഷ്ട്യം, ആ ഭഗവാന്റെ അതേപോലെ തന്നെ ആ ഗുണഗണങ്ങൾക്ക് ഇത് അതിനേല് അപ്പുറത്തേക്കായി മാറി. മുക്തിയിലെ അപ്പുറത്തേക്കാണ് അവർ കടന്നത്. കാരണമായിട്ട് ഭഗവാനായിട്ട് കളിക്കണം. അതൊരു ലീലയാണ്. അതിന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ബാലന്മാരായിട്ട്, അപ്പൊ ബാലന്മാര് കളിക്കല്ലേ, മറ്റുള്ളവർ കളിക്കുന്നില്ല എന്ന് വെച്ചാൽ അവർ അത്രയും ജന്മങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ക്വാളിറ്റിയിലേക്ക് അവരെത്തിയത്. അതാണ് ഭഗവത്. അപ്പൊ എന്താണ്, നമ്മളെ ലെവല് 1 തൊട്ട് 2 തൊട്ട് ഇങ്ങനെ ഭക്തന്മാരിൽ തന്നെ പല ലെവലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഭക്തന്മാരെ പറ്റി പറഞ്ഞു. ഭക്തന്മാർ പരമപുരുഷനായിട്ടാണ് ഭഗവാൻ ആരാധിക്കുന്നത്. ഇവരോ കളിക്കൂട്ടുകാരനായിട്ടാണ് ഇവർ ആരാധിക്കുന്നത്. ആരാധന ഇല്ല അവർക്ക് ആ സമയത്ത്. അതാണ്, അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണം. അത് ഭഗവാന്റെ ഒരു അവസ്ഥ. ഓരോ വ്യക്തികളിലും പല രീതിയിലായിരിക്കും ഭഗവാന്റെ കണക്ഷൻ. ഭഗവാൻ കൃഷ്ണൻ ഒരു കാലത്തും വൃന്ദാവനം നാം വിടുന്നില്ല എന്ന് പറയപ്പെടുന്നില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് സൃഷ്ടി വ്യാപാരങ്ങൾ നിർവഹിക്കാമെന്നുള്ളൊരു ചോദ്യം ഉദിക്കാം. അപ്പൊ ഭഗവാൻ എന്താണ്, വൃന്ദാവനധാമം. ഭഗവാൻ ഏത് സമയത്തും എവിടെ ഇരിക്കുന്നത്? സ്വന്തം ഗോലോക വൃന്ദാവനത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൃഷ്ടി വ്യവഹാരങ്ങൾ എങ്ങനെ നടക്കുന്നു? ഭഗവാൻ ഏത് സമയത്തും ലീലകളില് അതീന്ദ്രിയ അവസ്ഥയിലാണ് ഭഗവാൻ ഇരിക്കുന്നത് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ലീലകൾ എന്താണെന്ന് അത് പറഞ്ഞത്. അങ്ങനത്തെ ചോദ്യങ്ങൾ ഉദിക്കാം. കാരണം ചിന്താഗതി എന്താണ്, ഇവിടെ വന്നാല് സൃഷ്ടി നടക്കുള്ളൂ. നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. കാരണം നമ്മൾ ഇവിടെ വരണം, ഇവിടെ വന്നതിന് ശേഷം സൃഷ്ടി നടത്തുള്ളൂ. അല്ലെങ്കിൽ ദൂരത്തിരിക്കുന്ന ആൾക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതില് ഭഗവത്ഗീതയില് 13-ാമത്തെ 13-ല് 14 തൊട്ട് 18 വരെ അതിലെന്താ പറയുന്നത്? സൃഷ്ടികാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പറയുന്നത്, ആദ്യത്തെ ശ്ലോകം പറഞ്ഞു, ജ്ഞേയം യത്തത് പ്രവിശ്യാമി യജ്ഞാത് അമൃതസ്നുതേ അനാദി മത്പരം ബ്രഹ്മ സ സദാനസ്തു ഉച്ചതേ. ഏതൊന്നിന്റെ അറിവ് സനാതനമായിരിക്കുന്നുവോ ജ്ഞേയ അതിനെ പറിച്ച് വിവരിച്ചു. അനാദിയും ആശ്രയിച്ചിട്ടുള്ളതാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാരണങ്ങൾക്ക് അതീതമാണിത്. അപ്പൊ ഭഗവാന്റെ പറ്റി ആ ശക്തികൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പൊ പിന്നെ അടുത്തതും 14 വരുന്നതും സർവത പാണിപദം തേ സർവത്ര ശിശുരോമുഖം സർവത്ര ശ്രുതിമല്ലോക സർവത്രമാവൃത ദൃഷ്ടതി. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവിയും എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് പരമാത്മാവ് സർവ്വവ്യാപിയായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഭഗവാൻ അവിടെയാണെങ്കിലും ഭഗവാന്റെ കൺട്രോൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്ന ശ്ലോകങ്ങളാണ് ഈ ഭഗവതിയിൽ 14 തൊട്ട് 18 വരെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സർവേന്ദ്രിയ ഗുണഭാസം സർവേന്ദ്രിയ വിവർജിതം ആസക്തം സർവേ ചെയ്വ നിർഗുണം ഗുണഭോക്തശ്ച. സർവേന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാൽ അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങൾ നിലർത്തിപ്പോരുന്ന അനാസക്തനാണ്. ത്രിഗുണങ്ങൾക്ക് അതീതനും അതേസമയം തന്നെ ഭൗതിക ത്രിഗുണങ്ങൾക്ക് യജമാനനുമാണ് അദ്ദേഹം. പിന്നെ അതിൽ പറഞ്ഞത് അപ്പൊ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇതിൽ മുഴുവനും പറയുന്നത്. അല്ലെ 18-ലും പറയുന്നത് അതാ, അദ്ദേഹമാണ് സർവ്വജ്യോതിസുകളുടെ സ്രോതസ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ചു നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടെ നിന്ന്. അൾട്ടിമേറ്റ് പറഞ്ഞു വരുന്നത് ഇത് തന്നെയാണ്. അല്ലാതെ അവിടെ നിന്നാലും ഭഗവാന് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം എന്നാ പറഞ്ഞു വരുന്നത്. അപ്പൊ ഭൗതിക സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയിൽ അദ്ദേഹത്തിന് സ്വന്തമായി യാതൊന്നും ചെയ്യാനില്ലെങ്കിലും അവിടെ നിന്ന് തന്റെ പരമാത്മാവിലൂടെ പരമാവന്ന ആവിഷ്കാരത്തിലൂടെയാണ് ഇക്കാര്യങ്ങളെ നിമിത്തമായി തീരുന്നത്. അപ്പൊ ഭഗവാൻ അവിടെ എന്താണ് ആനന്ദത്തില് തന്റെ ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ കാര്യങ്ങൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതൊന്നും ഭഗവാന് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്താ ചെയ്യണം? അത് പരമാത്മാവിന് എന്ന ആവിഷ്കാരത്തിലൂടെയാണ് അത് ചെയ്യുന്നത്. അത് നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ട്. കാരണം ഭഗവാന്റെ തന്നെ അവതാരങ്ങളുണ്ട്, വിസ്തരണങ്ങളുണ്ട്. ഇപ്പൊ ഭഗവാന്റെ തന്നെ അന്തരംഗ ശക്തി ഉണ്ട്, ബഹിരംഗ ശക്തി ഉണ്ട്. അതിൽ തന്നെ കുറെ വിവരണങ്ങളുണ്ട്. അപ്പൊ അവരാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ പ്രൈം മിനിസ്റ്റർ നേരിട്ട് ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നില്ല അല്ലെ. അതിന് അതിൻ്റെതായിട്ട് IAS ഓഫീസേഴ്സ് ഉണ്ട്, IPS ഓഫീസർ ഉണ്ട്, മുഖ്യമന്ത്രി ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെ വർക്കുകൾ ചെയ്യുന്നത്. അത് മോണിറ്റർ ചെയ്യാൻ മാത്രമാണ് ഏറ്റവും ടോപ്പിൽ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയിട്ടും ചെയ്യുന്നത് അല്ലെ. ഇത് തന്നെയാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ ഭൗതിക സൃഷ്ടി സ്ഥിതി ഇതിലൊന്നും അദ്ദേഹം യാതൊന്നും ചെയ്യാനില്ല. അതിലൊന്നും അദ്ദേഹം ഇടപെടാറില്ല.
അതാണ് നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അത് ഭഗവാനെ സംബന്ധിച്ച് ബന്ധമുള്ളതല്ല. അത് നിയന്ത്രിക്കാനും അത് നിയന്ത്രിക്കാനും അത് ചെക്ക് ചെയ്യാനുള്ള ദേവതകൾ ഇവിടെ ഉണ്ട്. അവരത് നോക്കിക്കോളും. അത് നമ്മൾ അതിന് പറഞ്ഞു, നമുക്കറിയാം. നമ്മൾ മരണത്തിൽ യമദേവൻ പോകണം, ചിത്രഗുപ്തൻ എഴുതി വയ്ക്കുന്ന കഥകളൊക്കെ നമുക്കറിയാം അല്ലെ. അത് അവർക്ക് അതിൻ്റെ റൂൾസ് ഉണ്ട്, അവരത് നോക്കിക്കോളും. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്താലും നമുക്ക് അതിനനുസരിച്ചുള്ള ലോകം, ശരി ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലോകം. പക്ഷെ ലാസ്റ്റ് ഭഗവാനായിട്ട് കണക്ഷൻ വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ കട്ട് ഓഫ് ആയി പോകുന്നത്. അത്രയും വരെ ഈ പ്രകൃതിയുടെ ബന്ധനങ്ങളിൽ നമ്മൾ മിക്സ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ആ ശ്ലോകം, ദൈവീഹേഷി ഗുണമായ മമമായ ദുരന്തയ്യ എന്ന് പറഞ്ഞത്. ഈ പ്രകൃതി അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ്, പ്രകൃതിയുടെ കൺട്രോളിലാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ഭഗവാനല്ല അതിൽ ഡയറക്റ്റ് കൺട്രോൾ ചെയ്യണത്. ഓരോ ജീവസത്തയും ആത്മാവ്, ജീവാത്മാവ് എന്നറിയപ്പെടുന്നു. അതേപോലെ എല്ലാത്തിനും നിയന്ത്രിക്കുന്ന മുഖ്യമായ ആത്മാവിനെ പരമാത്മാവ് എന്ന് പറയപ്പെടുന്നു. പരം അല്ലെ. അപ്പൊ എല്ലാ അത് നമുക്കറിയാവുന്നതാണ്, എല്ലാ ജീവജാലങ്ങൾക്കുള്ളിലും ജീവാത്മാവുണ്ട്. പക്ഷെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരാത്മാവുണ്ട്. ആ ആത്മാവിനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവ് എല്ലാവരും ഉള്ളിലുണ്ട്. അവക്തിഗത ബ്രഹ്മവാദിക ബ്രഹ്മജ്യോതി അത്യുജ്വലം പ്രഭ ഒരു അന്താളിച്ച് നിൽക്കുന്നു. അത് ഞാൻ പറഞ്ഞത്, ചില കുട്ടികൾക്ക് ഡിഗ്രി വരെ പഠിച്ചു കഴിഞ്ഞു ഇത്ര മതി എന്ന് പറഞ്ഞ പോലെ. ചിലർ PG കഴിയും, ചിലർ PhD ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഇതിൽ അപ്പൊ എന്താണ്, ബ്രഹ്മവാദികൾ എന്താണ് ചെയ്യുക, അവര് ബ്രഹ്മജ്യോതി എത്തുന്നതോടുകൂടി അവർ അന്താളിച്ചു പോവുക ചെയ്യണത്. അതാണ് അവ്യക്തിഗത ബ്രഹ്മ. അപ്പൊ എന്താണ്, അവിടെ വെച്ച് കഴിഞ്ഞു അവർ പഠിത്തം അവിടെ വെച്ച് കഴിയണം. അപ്പൊ അവര് ചിന്തിക്കണേ ഇത്രേ ഉള്ളൂ, ഇതാണ് ഭഗവാൻ, അവിടെ വെച്ച് നിർത്തുക. അതാണ് അവ്യക്തിഗത ബ്രഹ്മവാദികൾ എന്ന് പറയുന്നത്. ഒരാൾക്ക് നിരപേക്ഷ സത്യത്തെ പൂർണ്ണ രൂപത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ 24 ഭൗതിക ഘടകങ്ങളെയും ഉജ്ജ്വല പ്രഭയും അത് ആവർത്തിച്ച് ചെല്ലേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് മുഴുവൻ അറിയണമെങ്കിൽ ഇത് ഭൗതിക ഘടകങ്ങൾ എന്താണെന്നും അത് പരിപൂർണ്ണ നിരപേക്ഷ എന്താണെന്നൊക്കെ അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്, കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ അവിടെ എത്തി എന്ന് വിചാരിച്ചാൽ നമ്മൾ ഫൈനൽ ആയിട്ടില്ല. അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ശക്തി ഉണ്ട്. അതിനെപ്പറ്റി പഠിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഈ ഹിരൺമയ പാത്രത്തെ നീക്കി പരംപുരുഷനെ ദർശിച്ചാൽ മാത്രം നിരപേക്ഷ സത്യത്തിന്റെ പൂർണ്ണ സാക്ഷാത്കാരം സാധ്യമാക്കും. അപ്പൊ അവിടെ ചെന്ന് അന്താളിച്ച് നിന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ വലിയൊരു എന്താ പറയാ, സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പുറമെ തന്നെ നോക്കുമ്പോൾ വലിയൊരു മാർക്കറ്റ്. അപ്പൊ അതിൽ തന്നെ അന്താളിച്ച് നിൽക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന വസ്തുക്കൾ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഒരു ഭക്തനാണ് പറയുന്നത് ഈ ഹിരൺമയ പാത്രത്തെ മാറ്റി, ആ മുഖം മാറ്റി ആ ഉള്ളിലുള്ള ഭഗവാനെ കാണാൻ വേണ്ടി പറയാണ്. മുഖം മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് ശരിക്കും 15ാം മന്ത്രത്തിൽ പറഞ്ഞു. ഭക്തനാണ് പ്രാർത്ഥിക്കുന്നത്. ഭക്തന് മനസ്സിലായി എന്താ, ഈ ഉജ്ജ്വല പ്രഭ മാത്രമല്ല അതിനുള്ളിലൊരു പരമമായിട്ടുള്ള സത്യമുണ്ടെന്ന്. അല്ലാണ്ട് ഈ പ്രഭ തന്നെത്താനെ വരില്ല, അതിന്റെ പിറകിലൊരു കാര്യമുണ്ട്. അപ്പൊ പ്രഭ മാറ്റിയാലേ ആ കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ മന്ത്രത്തിൽ കൂടെ പറയുന്നത്. പുരുഷാവതാരം എന്നത് മൊത്തത്തിൽ വിളിക്കുന്ന 3 തത്വങ്ങൾ, മഹാവിഷ്ണു, ഗർഭോദായശായ വിഷ്ണു, ക്ഷീരോഗദായശായ വിഷ്ണു ഒന്നാണ്. പരമാത്മാവ് എന്ന് ഭാവം ക്ഷീരോഗദായശായ വിഷ്ണു, ഈ പ്രപഞ്ചത്തിലുള്ള വിഷ്ണു തത്വം. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. നമുക്കറിയാം 3 വിഷ്ണു തത്വങ്ങൾ. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തെ നിയന്ത്രിക്കുന്നത് പറഞ്ഞാൽ തന്നെ ഭഗവാന്റെ തന്നെ പല ശക്തികളാണ് നിയന്ത്രിക്കുന്നത്. ചില സമയത്ത് അവതാരങ്ങൾ, ചിലപ്പോൾ തന്നെ ശക്തികൾ, ഏത് തന്നെയാണെങ്കിലും. അപ്പൊ ഇവിടെ നമുക്കറിയാം 3 തരം വിഷ്ണു ഉണ്ട്. മഹാവിഷ്ണുവിന്റെ പേര് തന്നെയാണ് കാരണോദായശായ വിഷ്ണു. കാരണോദായശായ വിഷ്ണുവിനെ തന്നെയാണ് മഹാവിഷ്ണു എന്ന് പറഞ്ഞത്. പിന്നെ ഗർഭോദായശായ വിഷ്ണു, ക്ഷീരോദായശായ വിഷ്ണു. അപ്പൊ നമ്മള് കാരണം ഉദകശായി വിഷ്ണു എന്നാണ്. ഉദകം എന്ന് പറഞ്ഞ വെള്ളം, വെള്ളത്തിൽ നിന്നുള്ള ഒരു മീൻ, അതാണ് നമ്മൾ ഉദയക്രിയ എന്ന് പറയുന്നത്. നമ്മൾ മരണശേഷം ഉദയക്രിയ, വെള്ളം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് ഉദയക്രിയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ക്ഷീരോദായശായ വിഷ്ണു, ഗർഭോദായശായ വിഷ്ണു എന്നൊക്കെ പറയുന്നത്. പിന്നെ പരമാത്മാവ് എന്ന ഭാവം ക്ഷീരോദായശായ വിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തിന്റെ വിഷ്ണു തത്വം. ഈ പ്രപഞ്ചത്തില് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചം അല്ലെ. ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തി പോകുന്നത് ആരാണ്? പരമാത്മാവാണ്. ഈ പ്രപഞ്ചത്തെ നിലനിർത്തി പോകുന്നത്. കാരണം അവര് മറ്റുള്ളവരൊക്കെ സൃഷ്ടിച്ചത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞത് ശരിക്കും പരമാത്മാവാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശൻ എന്നീ പ്രപഞ്ചത്തിന്റെ 3 ആദി ദേവികതകളെയും വിഷ്ണുവും സർവ്വജീവജാല അന്തർഗതന പരമാത്മാവ് ക്ഷീരോദശായി വിഷ്ണുവാണ്. അപ്പൊ ഈ 3 ദേവത ബ്രഹ്മ, വിഷ്ണു, മഹേശ്വർ എന്നീ പ്രപഞ്ചത്തിന്റെ 3 ആദി ദേവതകളിലെ വിഷ്ണുവും സർവ്വജീവജാല അന്തർഗതനായ പരമാത്മാവ് ക്ഷീരോദശായ വിഷ്ണു തന്നെയാണ്.
അപ്പൊ നമ്മൾ സാധാരണ പറയും, നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ നമ്മൾ ജനറൽ ആയിട്ട് പറയും അല്ലെ. ആ ജനറൽ ആയിട്ട് പറയുമ്പോ അഖില വിഷ്ണു എന്ന് പറയുന്നത് പരമാത്മാവാണ്, അല്ലെങ്കിൽ ക്ഷീരോപദേശായി വിഷ്ണുവിനാണ് നമ്മളെ പരിപാലകൻ എന്നാണ് ജനറൽ വരുന്ന പരിപാലകൻ എന്ന് പറയുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു സംരക്ഷിക്കുന്നു, മഹേശ്വരൻ എന്ത് അത് നശിപ്പിക്കുന്നു അല്ലെ, സംഹാരം. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം, അതാണ് നമ്മളെ കൺസെപ്റ്റ്. അതില വിഷ്ണു, ആ വിഷ്ണു എന്ന് പറഞ്ഞത് ക്ഷീരോപദേശായി വിഷ്ണുവാണ്. അപ്പൊ ബ്രഹ്മാവും മഹേശ്വരും ക്ഷീരോപദേശായി അണ്ടറിലല്ല, അതിന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അത് വേറെയാണ്, അത് ഭഗവാന്റെ നേരിട്ട സൃഷ്ടിയിലാണ്, ബ്രഹ്മാവിനെ നേരിട്ടാണ് ഭഗവാൻ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ മഹേശ്വരനും ഭഗവാനിൽ നിന്നാണ് വരുന്നത്. വിഷ്ണു എന്ന് പറയുമ്പോൾ തന്നെ ക്ഷീരോപദേശായ വിഷ്ണുവിന്റെ ലെവലിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ വിഷ്ണു ആണ് ഈ പ്രപഞ്ചത്തെ, അത് സ്ഥിതി എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അപ്പൊ അതാണ് അതിൽ പറഞ്ഞത്. കാരണസമുദ്രത്തിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിനെ കാരണോപദേശായി വിഷ്ണു എന്ന് പറഞ്ഞു. അത് നമുക്കറിയാം, കാരണസമുദ്രത്തിൽ വരുന്നതാണെന്ന്. പിന്നെ സർവ പ്രപഞ്ചങ്ങളെയും സൃഷ്ടാവ് ഗർഭോപദേശായ വിഷ്ണു ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട് അവയിൽ ഉൾപ്പോകുന്നു. അപ്പൊ സൃഷ്ടിച്ചാൽ മാത്രമല്ല, ആദ്യം പ്രപഞ്ച സൃഷ്ടി നടത്ത്, അതിൻ്റെ ഉള്ളിലേക്ക് ആര് കടക്കുന്നത്? ഗർഭോപദേശായ വിഷ്ണു കടന്ന് അവിടെ പലതരം വൈവിധ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ആര് ചെയ്യുന്നത്? ഗർഭോപദേശായ വിഷ്ണു. പിന്നെ ബ്രഹ്മജ്യോതിസ് 14:27. ഓക്കെ. ബ്രഹ്മജ്യോതിയെ ഭഗവത് പ്രഭാപുരം ബ്രഹ്മസംഹിത 5:4 ഭഗവത 14:27 സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്തും എന്ത് ഈ ബ്രഹ്മസംഹിതയിലും ഭഗവത്ഗീതയിലും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഭഗവാൻ ഒരു പ്രഭാരൂപം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന രണ്ട് സ്ഥലങ്ങളാ പറയുന്നത്. അതാണ് പറഞ്ഞത്, ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഏത് ഈശാവാസി ഉപനിഷത്താണെങ്കിലും ഭഗവത്ഗീത ആണെങ്കിലും വേദങ്ങളാണെങ്കിലും ഏത് ഉപനിഷത്തിലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്ലോകങ്ങൾ കാണാം. ഒരു സത്യത്തെ പല രീതിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. സത്യം സത്യം തന്നെയാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പ്രഭാപൂരം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇതില് അതിൽ പറയുന്നത് ഭഗവത്ഗീത, അതിൽ പറയുന്നത് അതിന് ആദ്യത്തെ ബ്രഹ്മസംഹിതയിലെ ശ്ലോകമാണ് ഇത് പറയുന്നത്. യസ്യ പ്രഭവതോ ജഗത് അണ്ഡകോടി കോടീശ ശേഷ വസുധാനി വിഭൂതി ഭിന്നം തദ്ബ്രഹ്മ നിമിഷകലമനന്തരം ശേഷഭൂതം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പൊ അതിൽ പറയുന്നത് എന്താ? ദശലക്ഷക്കണക്കിനുള്ള പ്രപഞ്ചങ്ങൾ എണ്ണമറ്റ ഗ്രഹങ്ങളുണ്ട്, അത് നമുക്കറിയാം അല്ലെ. ഭഗവാന്റെ കാരണോപദേശ വിഷ്ണുവിൽ നിന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രപഞ്ചഘടനപരമായി അവ ഓരോന്നും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ ഒരു പ്രപഞ്ചം മറ്റേ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടുത്തെ നിയമമല്ല ഇവിടുത്തെ നിയമം. അതാണ് നമ്മുടെ ബ്രഹ്മാവിന് 4 തല, മറ്റുള്ള ഒരേ വേറെ ബ്രഹ്മാണ്ടങ്ങൾ വരുമ്പോ അവിടെ ബ്രഹ്മാവിന്റെ ചിലപ്പോ 10 തല 100 തല അങ്ങനെ. ആ കഥ നമുക്കറിയാം. കാരണം ബ്രഹ്മാവ് കാണാൻ പോകുമ്പോ, മഹാവിഷ്ണു ഭഗവാനെ കാണാൻ പോകുമ്പോ എന്താണ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാനല്ല ബ്രഹ്മാവ്, അങ്ങനെ എന്നെ പോലെ അനവധി ബ്രഹ്മാക്കന്മാരുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ബ്രഹ്മജ്യോതിസിന്റെ ഒരു അരികിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ഈ ഗ്രഹം, അതായത് അത് നമ്മൾ ഇതിൽ പറഞ്ഞു 75% ത്രിപാദ ഏകപാദ എന്നൊക്കെ പറഞ്ഞില്ല നമ്മള്. അപ്പൊ അതില് വളരെ കുറച്ചുള്ളൂ ഏത് ഈ ഗ്രഹങ്ങൾ തന്നെ. ഈ ബ്രഹ്മജ്യോതിസ് ഞാൻ ആരാധിക്കുന്ന പരമദിവ്യത്വം പുരുഷനെ ബഹുമാനിക്കുന്ന രശ്മികളാണ്. അപ്പൊ ഈ ബ്രഹ്മ ജ്യോതിസ് എന്ന് പറഞ്ഞത് തന്നെ ഭഗവാന്റെ, അത് നമുക്ക് മനസ്സിലായി അല്ലെ. ഭഗവാനിൽ നിന്ന് വരുന്ന ആ ബഹിർഗമിക്കുന്ന രശ്മികളാണ് ശരിക്കും ആ ജ്യോതിസ്. ആ ജ്യോതിസിലാണ് ശരിക്കും എന്തുള്ളത്? ഈ വൈകുണ്ഠ ലോകങ്ങൾ തന്നെ ഉള്ളത്. അതിന്റെ ഒരു അരികത്താണ് ഈ ഭൗതിക ലോകം മുഴുവനും കാണുന്നത്. മുണ്ടോപനിഷത്തിലും ഇതേപോലെ തന്നെ നിരവധി ശ്ലോകങ്ങൾ മുണ്ടോപനിഷത്തിലെ 2, 10, 12 ഇങ്ങനെ അതിലും മുണ്ടോപനിഷത്തിലും ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പല ശ്ലോകങ്ങളും നമുക്ക് കാണാൻ കഴിയുന്ന പറയുന്നത്. അതിന് പറഞ്ഞ അതിലത്തെ ശ്ലോകമാണ് ഹിരൺമയെ പരേ കോശ വിരാജം ബ്രഹ്മനിഷ്കലം തത്ത ശുഭ്രം ജ്യോതിഷം ജ്യോതിസ് സത്യത് ആത്മനോവിദോ വിദോ. അപ്പൊ ഇതിലും അത് തന്നെയാണ് പറയുന്നത്. ഒരു വലിയ ശ്ലോകങ്ങളാണ്. അപ്പൊ ആ ശ്ലോകത്തിന് നമുക്ക് ഭൗതിക ആവരണങ്ങൾക്കെല്ലാം അപ്പുറത്തുള്ള ആത്മീയ വ്യോമത്തിലാണ് ബ്രഹ്മജ്യോതിസ്. അപ്പൊ നമ്മളെ ഭൗതിക ലോകം കഴിഞ്ഞ, അപ്പൊ ഭൗതിക ആവരണങ്ങൾക്കെല്ലാം,
അപ്പൊ എന്താണ് ഭൗതിക ലോകത്തിന് ഒരു ആവരണം ഉണ്ട്. ആ ആവരണങ്ങൾക്ക് ശേഷമാണ് ബ്രഹ്മജ്യോതിസ്. ഈ അന്തരീക്ഷത്തിൽ സൂര്യൻ, ചന്ദ്രൻ, വൈദ്യുതി, അഗ്നി ഇവിടെ ആവശ്യമില്ല. പരമജ്യോതിസ് ഭൗതിക അന്തരീക്ഷത്തില് വ്യാമോഹങ്ങളിൽ നില വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ പരമമായ വെളിച്ചമുള്ള കാരണം അവിടെ പിന്നെ പ്രത്യേക വെളിച്ചത്തിന്റെ ആവശ്യമില്ല. അപ്പൊ എന്താണ്, ഭൗതിക ലോകത്തിന്റെ അപ്പുറത്താണ്. അപ്പൊ ഭൗതിക ലോകത്തിന് ഒരു ആവരണം ഉണ്ട് എന്നും കൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. ബ്രഹ്മത്തിന്റെ മൂല കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഇതറിയുന്നതാണ് വിശിഷ്ടമായിട്ടുള്ള ജ്ഞാനം. അപ്പൊ ബ്രഹ്മത്തിന്റെ മൂല കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഇതറിയുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ പിറകിൽ ഒരു ശക്തിയുണ്ട്, അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് വിശിഷ്ടമായിട്ടുള്ള ജ്ഞാനം. ഭഗവത്ഗീതയിൽ 6:46 നിരാകാര ബ്രഹ്മത്തെ ആരാധിക്കുന്നവർ ജ്ഞാനികൾ, പരമഭാവത്തെ ഉപാസിക്കുന്നവർ യോഗികൾ, ഭഗവാൻ കൃഷ്ണൻ ആരാധിക്കുന്നവർ ഭക്തന്മാർ, ഇങ്ങനെ 3 വിധത്തിലുള്ള ഉപാസകരെ മാറ്റപ്പെട്ട ഒരു താരതമ്യം നടത്തി പ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതില് 6:46 അധികം കടക്കണില്ല. അപ്പൊ അതും ഇതേപോലെ തന്നെ പല കാര്യങ്ങൾക്ക് നമുക്കത് ഡിസ്കസ് ചെയ്ത പോയിന്റ്സുകളാണ്. അപ്പൊ വലയിച്ച കർമ്മം ചെയ്യുന്ന സാധാരണ ജനക്കാൾ വിശിഷ്ടമാണ് വൈദിക ജ്ഞാനം നേടിയ ജ്ഞാനി. ജ്ഞാനിയിലേക്കാൾ ശ്രേഷ്ഠമാണ് യോഗികൾ. അല്ല, യോഗികളിൽ വെച്ച് ഏറ്റവും തന്റെ സർവശക്തി ഉപയോഗിച്ച് പ്രേമ പുരസ്കാരം ഭഗവാനെ സേവിക്കുന്നവരിൽ വിശിഷ്ടമനാണ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. അപ്പൊ സാധാരണ ജനങ്ങളിലേക്കാൾ ബെറ്റർ ആണ് ആരുടെ വൈദിക ജ്ഞാനം നേടിയ ജ്ഞാനി എന്ന് പറയുന്നത്. അവരേലും ബെറ്റർ ആണ് ആര്, ജ്ഞാനിയേക്കാൾ ബെറ്റർ ആണ് യോഗികൾ എന്ന് പറയുന്നത്. യോഗികളിലും ബെറ്റർ ആണ് പ്രേമ പുരസ്കാരം ഭഗവാനെ സേവിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള വ്യക്തികൾ, അതായത് ഭക്തന്മാര്. ഹരേ കൃഷ്ണ. ഇത്തരം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാരും വീഡിയോ ഓഫ് ആണ്, ആരെയും കാണുന്നില്ല. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ഏതാ, വായിച്ചോളൂ. ആരാ? മന്ത്രം 15 വിശദീകരിക്കുക. മന്ത്രം പറഞ്ഞോളൂ. ആരാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ജീവജാലങ്ങൾക്കും ആധാരമായ ഭഗവാനും അങ്ങയുടെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ഉജ്ജ്വലപ്രഭയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ദയവായി ആവരണമാക്കി അങ്ങയുടെ പരിശുദ്ധ ഭക്തന് ആ രൂപം ദൃശ്യമാക്കും. അതായത് ശരിക്കും ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഭക്തന് മനസ്സിലാവുന്നുണ്ട് അതിലൊരു വ്യക്തിഗത രൂപമുണ്ട്. ആ പ്രഭാപുരത്തിന്റെ പ്രഭയിലെ സ്വർണ്ണപ്രഭയിലെ പിറകെ ഒരു വ്യക്തിഗത രൂപമുണ്ട്. അപ്പൊ ആ സ്വർണ്ണപ്രഭ അത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുക എന്നതാണ് 15ാമത്തെ മന്ത്രം. ഓക്കെ, അടുത്തത് 14:27 ഭഗവാന്റെ വ്യക്തി രൂപത്തിൽ നിലനിൽക്കുന്ന പ്രഭാപൂരത്തെ വിശദീകരിക്കുന്നത് എങ്ങനെ? അമൃതവും അക്ഷയവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഇപ്പൊ പറയുന്ന അമൃതവും അക്ഷയവും അത്യന്തിക സുഖത്തിന്റെ മൂല്യസ്ഥാനം വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനം ഞാൻ തന്നെ. അപ്പൊ വ്യക്തിശൂന്യ സങ്കല്പത്തെ ആരാധിക്കുന്നവരാണെങ്കിലും അതേപോലെ തന്നെ ഭക്തൻ ഏത് ലെവലാണെങ്കിലും അതിന്റെ പിറകിൽ ഞാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഒരു ജ്യോതിസ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ ജ്യോതിസിന്റെ പിറകിലും ഞാൻ തന്നെയാണ്. അത് ഭഗവത്ഗീതയിലും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ശ്ലോകമാണ് അതിൽ പറയുന്നത്. എത്ര? 14:27. ഓക്കെ, അടുത്തത് നിരപേക്ഷ സത്യത്തിന്റെ 3 ഭാവങ്ങൾ. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. പരമാത്മാഭാവം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എവിടെ എത്താം? ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്താം. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തിയ ബ്രഹ്മസാക്ഷാത്കാരത്തിലെത്തിയ ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ് നമ്മൾ ഈ 15ാം മന്ത്രത്തിൽ കാണുന്നത്. ഓക്കെ, അടുത്ത്
ഈശോപനിഷത്തിലെ ശ്രുതി മന്ത്രത്തിൽ പരമപുരുഷനെ എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്? പരമപുരുഷൻ എങ്ങനെയാണ് സംബോധന ചെയ്തിട്ടുള്ളത്? ആദ്യത്തെ അതിൽ പറഞ്ഞിട്ടില്ല. ഈശാവാസ്യോപനിഷത്തിലെ ശ്രുതിമന്ത്രിൽ പരമപുരുഷനെ പുരുഷൻ അഥവാ അത്യന്തിക പരിപാലകൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നു. അപ്പൊ അത്യന്ത പരിപാലകൻ എന്നാണ് ശരിക്കും പറയുന്നത് ആര്യ ഭഗവാന്. ഓക്കെ, അടുത്തത് എന്തിനാണ് ഭഗവാൻ ലീലകൾ സൃഷ്ടിച്ചത്? എന്തിനാണ് ഭഗവാൻ ലീലകൾ സൃഷ്ടിച്ചത്? തന്റെ സഹചാരികളെ രസിപ്പിക്കുന്നതിന് വേണ്ടി. തന്റെ സഹചാരികളെ രസിപ്പിക്കുന്നതിന് വേണ്ടി. അതോടൊപ്പം മറ്റൊരു പോയിന്റും കൂടി ഉണ്ടല്ലോ അതില്, എല്ലാവരും ആകർഷിക്കുന്നതിന് വേണ്ടി. അതന്നെ, ഭഗവാന് എല്ലാവരും, അതില് ആരെയൊന്നുമില്ല. ആരൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ഉപാപോഹക്കാരെയും ഹഠയോഗം എന്ന അഭ്യാസ സമ്പ്രദായത്തിലൂടെ നിരപേക്ഷ സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. രസിപ്പിക്കുന്നതിന് വേണ്ടിയും പിന്നെ ശുഷ്കൂഹബോഹങ്ങക്കാരെയും ഹഠയോഗക്കാരെയൊക്കെ ഭഗവാനിൽ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് ശരിക്കും ഭഗവാൻ ലീലകൾ സൃഷ്ടിച്ചത്. അപ്പൊ തന്റെ സഹചാരികളെ, ലീലകളെല്ലാം തന്റെ സഹചാരികളെ രസിപ്പിക്കുക, ഭക്തന്മാരെ രസിപ്പിക്കുക, മറ്റുള്ളവരെ ഭഗവാനിലേക്ക് ആകർഷിപ്പിക്കുക. പരീക്ഷണം. അടുത്തത് ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് സൃഷ്ടി വ്യാപാരങ്ങൾ നിർവഹിക്കുന്നത്? തന്റെ പരമാത്മാവെന്ന ആവിഷ്കാരത്തിലൂടെയാണ് സൃഷ്ടി വ്യാപാരങ്ങൾ. പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവിടുത്തെ സമ്പൂർണ്ണ ഭാഗം ഭൗതിക സൃഷ്ടിയിലകമാണ് വ്യാപിച്ചിരിക്കുക. അപ്പൊ പരമാത്മാവ് രൂപയിലാണ് ഭഗവാൻ ഈ സൃഷ്ടി മുഴുവനും നടത്തുന്നത്. അവിടുന്ന് തന്റെ പരമാത്മാവെന്ന ആവിഷ്കാരത്തിലൂടെയാണ് ഇക്കാര്യങ്ങളില് ഭൗതികമായ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത്. അവിടുന്ന് തന്റെ പരമാത്മാവ് എന്ന ആവിഷ്കാരത്തിലൂടെയാണ്. അപ്പൊ പരമാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഭഗവാൻ അവിടെ അപ്പോഴും ഫ്രീ ആണ്. അതാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പരമാത്മാവിന്റെ രൂപം എന്താണ്? പരമാത്മാവിന്റെ രൂപം എന്താണ്? ചതുർഭുജ രൂപമാണ് അല്ലെ? മറ്റേത് ത്രിഭുജാണ്. ത്രിഭുജ രൂപത്തില് ഭഗവാൻ അതീന്ദ്ര അവസ്ഥയിൽ ലീലകൾ ആടിക്കൊണ്ടിരിക്കണം. അവിടെ ഗോലോക വൃന്ദാവനത്തില്. അത് കഴിഞ്ഞ് പരമാത്മാ, അതൊന്നും പറയില്ല, നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം. ഈ പരമാത്മാവാണ് എന്താ ചെയ്യുന്നത്? ഈ ആവിഷ്കാരത്തെ മുഴുവനും നിയന്ത്രിക്കുന്നത്, സൃഷ്ടിയും സ്ഥിതിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഭഗവാൻ അപ്പോഴും ഫ്രീ ആണ് അവിടെ. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ ആണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ, അല്ലെ? പക്ഷെ പ്രസിഡന്റിന് ഫുള്ള് പവർ. പ്രസിഡന്റിന് സത്യം പറഞ്ഞ വേറെ ഒരു വർക്ക് ഉണ്ടാകും, ഒരു ഇതില്ല. അവിടെ പ്രസിഡന്റ് ആണ് ഫുള്ള് എൻജോയ് ചെയ്യുന്നത്. നമ്മൾ ഭരണഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാതും ഉള്ളത്, എല്ലാ സൗകര്യങ്ങളും ഉള്ളത് ആയിരിക്കും പ്രസിഡന്റ് ആണ്. പക്ഷെ പ്രസിഡന്റിന് വല്ല റൂൾ ഉണ്ടോ? ഒന്നുമില്ല. ശരിക്കും പറഞ്ഞ ഈ കൺസെപ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിച്ച ഇതൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ അണ്ടറിലാണ് എല്ലാ കാര്യങ്ങളും. ഭരണഘടനയും പ്രസിഡന്റ് ഒപ്പിടണം. പ്രസിഡന്റിന്റെ ബേസാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പരമാത്മാവും പരമാത്മാവും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ അവിടെ ഫുള്ള് ലീലയിൽ അതീന്ദ്രമായി അനുഭവിച്ചുകൊണ്ടിരിക്കാനാണ്. പരമാത്മാവാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, സൃഷ്ടി സ്ഥിതി സംഹാരം. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന മുഖ്യ ആത്മാവിനെ പരമാത്മാവ് എന്ന് പറയുന്നു. ഓക്കെ, ഒരാൾക്ക് നിരപേക്ഷ സത്യത്തെ പൂർണ്ണരൂപത്തിൽ കാണണമെങ്കിൽ എങ്ങനെയാണ് ചെല്ലേണ്ടത്? 24 ഭൗതിക ഘടകങ്ങളെയും ഉജ്ജ്വല അത് ആവർത്തിച്ചെല്ലേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് ആവർത്തിച്ചെല്ലേണ്ടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാക്കണം.
നമുക്ക് 24 മൂലകങ്ങൾ എന്താണെന്ന്. അതായത് നമ്മൾ പടിപടിയായിട്ടാണ് നമ്മൾ ഉയർന്നു പോണതെന്ന്. സാഖ്യ സിദ്ധാന്തം അനുസരിച്ചാണ് 24 മൂലകങ്ങളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അപ്പൊ എന്തും തന്നെ ആയാലും നമ്മളെ ഉയർച്ചയുടെ ഒരു പാർട്ടാണത്. അല്ലാണ്ട് നമ്മൾ 24 മൂലക ഘടകങ്ങൾ ഇരുന്ന് ചൊല്ല എന്നല്ല പറഞ്ഞത്, അത് മനസ്സിലാക്കാന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, അടുത്തത് പുരുഷാവതാരങ്ങൾ ഏതല്ല? പുരുഷാവതാരങ്ങൾ. പുരുഷാവതാരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. കാരണം ഉദകശായ വിഷ്ണു, ക്ഷീര ഉദകശായ വിഷ്ണു, അതുപോലെ തന്നെ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു. ധർമ്മം. അപ്പൊ ഉദകം, ആ വെള്ളം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് ലിങ്ക് അതിൽ വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് പരമാത്മാവ് എന്ന ഭാവത്തിലുള്ള വിഷ്ണു തത്വം ആരാണ്? പരമാത്മാവ് എന്നുള്ളത് ആരാ? എല്ലാവരും ഉള്ളിലും പരമാത്മാ രൂപത്തിൽ പറയുന്നത് ആരാണ്? ക്ഷീരോദകശായി വിഷ്ണു എന്നാണ് പരമാത്മാവ് എന്ന ഭാവത്തിലുള്ള ക്ഷീരോദകശായി വിഷ്ണു ആണ് പരമാത്മാവ് എന്നുള്ള രൂപത്തിലുള്ളത്. ആണ് ഈ പ്രപഞ്ചത്തിലെ വിഷ്ണു തത്വം. അതാണ് വിഷ്ണു ലോകം എന്നും പറയും നമ്മളതിനാ. ഒക്കെ, അടുത്തത് ബ്രഹ്മവിഷ്ണു മഹേശ്വരനിലെ വിഷ്ണു തത്വം ആരാണ്? വിഷ്ണു തത്വമായിട്ടാണ്. അതാരാണ്? ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ എന്ന് പറയുമ്പോൾ അതിലെ വിഷ്ണു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷീരോദകശായ വിഷ്ണു ആണ്. ക്ഷീരോദകശായ വിഷ്ണു ആണ് ശരിക്കും പരിപാലകൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബ്രഹ്മത്തിന്റെ മൂലകാരണം ആരാണ്? ബ്രഹ്മത്തിന്റെ മൂലകാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ബ്രഹ്മത്തിന്റെ മൂലകാരണം. ഓക്കെ, അടുത്തത് ഭഗവത്ഗീത 6:46-47 പ്രസ്താവിക്കുന്നത് എന്താണ്? നിരാകാര ബ്രഹ്മത്തെ ആരാധിക്കുന്ന ജ്ഞാനികൾ, പരമാത്മ ഭാവത്തെ ഉപാസിക്കുന്നവർ യോഗികൾ, ഭഗവാൻ കൃഷ്ണനെ ആരാധിക്കുന്നവർ ഭക്തന്മാർ എന്നിങ്ങനെ 3 വിധത്തിലുള്ള ഉപാസകന്മാരെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. ഒരു കമ്പാരിസൺ പറയണം അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, കാരണം ആദ്യത്തേത് ജ്ഞാനികള്, പിന്നത്തെ യോഗികള്, പിന്നെ ഭക്തന്മാര്. ഒരു താരതമ്യമാണ് അതിൽ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് ഭഗവാനെ സേവിക്കുന്നതിൽ ഏറ്റവും വിശിഷ്ടരാരാണ്? പ്രേമ പുരസ്കാരം സേവിക്കുന്ന ഭക്തന്മാർ. പ്രേമ പുരസ്കാരം സേവിക്കുന്ന ഭക്തന്മാരാണ് അപ്പൊ നമുക്ക് ബാലന്മാരെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഭഗവാനെ കൂടെ കളിച്ച് നടക്കുന്ന ബാലന്മാരുണ്ടല്ലോ, അവരെ പറ്റി എന്താണ് പറയുന്നത്? അവർക്ക് അങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണ്? അനേകം ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ആ ഒരു പൂർണ്ണത കൈവരിക്കുന്നത് അല്ലെ? അവിടെ അവർക്ക് ഭഗവാൻ ഭക്തൻ എന്നുള്ള രീതിയിലല്ല ഭഗവാനെ കാണുന്നത് അല്ലെ? അവര് കൂട്ടുകാരൻ എന്നാണ്. അപ്പൊ ഭഗവാനെ കൂട്ടുകാരനായ ലെവലിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമ്മൾ അത്രയും കടക്കണം. അതാണ് നമ്മൾ അതിൽ നിന്ന് നമ്മ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഭഗവാൻ എന്റെ കൂട്ടുകാരനാണ്, ഭഗവാൻ എന്റെ അതാണ് ഇത് എന്നൊക്കെ പറയുന്നത് നമ്മളെ ലെവൽ ഏത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഭൗതികതയെ പറ്റി നമുക്ക് ഭഗവാനെ കൂട്ടുകാരനൊന്നും ചിന്തിക്കാനേ പറ്റില്ല. അതാണ് ഭഗവാനെ പറ്റിയിട്ടുള്ള ആ ലീലകൾ, എല്ലാ ലീലകളും ആ ലെവലിലേക്ക് എടുക്കണം നമ്മൾ. ഇപ്പൊ രാസലീലയും ആ ലീലകളൊക്കെ ഇതിനായിട്ടൊക്കെ കണക്റ്റഡ് അതൊക്കെ. അപ്പൊ അതാണ് പറഞ്ഞത്, അത്രയും ജന്മങ്ങൾക്ക് ശേഷമാണ് ആ ലെവലിലേക്ക് അവർ ഉയരും. അപ്പൊ ഭഗവാൻ ആ സമയത്ത് ആ ലീലയിൽ കൂടെ അവരെന്താണ് ശരിക്കും ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിലും അത് തന്നെയാണ്. ഓരോ ലീലയിലും ഭഗവാൻ ഒരു ഭക്തൻ എങ്ങനെയാണ് ഭഗവാനിൽ ആരാധിക്കുമ്പോൾ ആനന്ദം കണ്ടെത്തുന്നത്, അത് ഭഗവാൻ അറിയാൻ ആഗ്രഹമാണ്. അങ്ങനെ പല ലീലകൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഭഗവാൻ. അപ്പൊ അതിന് പറഞ്ഞു ഭഗവാന്റെ പേരാണ് ശരിക്കും എന്താണ്? മദന മോഹനൻ എന്ന് പറയും. മദന മോഹനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മദനൻ എന്ന് പറഞ്ഞ കാമദേവനെ പോലും മോഹിക്കുന്നവൻ, അതാണ് മദന മോഹനൻ എന്ന് പറയുന്നത്. ആ രാധാറാണിനെ മദന മോഹന മോഹിനി എന്നാ പറയുന്നത്.
ഭഗവാനെ മോഹിപ്പിക്കുന്നവളാണ് ആര്? രാധാദേവി. അപ്പൊ നമ്മള് ആയ ലെവല് നമ്മൾ നോക്കണം. അതാണ് രാധ മദന മോഹന മോഹിനി എന്നാണ് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്, പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് വിട്ടുപോയി. അപ്പൊ അതാണ് നമ്മള് മനസ്സിലാവും ഭഗവാന്റെ ആ ലീലകൾ. അപ്പൊ അത്രയും ലെവലിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് രാധാറാണി ഭഗവാനെ കാണുന്നത്, ആനന്ദം എങ്ങനെയാണ് അനുഭവിക്കണമെന്ന് അറിയാൻ വേണ്ടി ഭഗവാൻ ലീല ചെയ്യണം. അങ്ങനെ ഓരോ ലീലകൾ അങ്ങനെയാണ്. ആ ആനന്ദം അവരെങ്ങനെ അനുഭവിക്കണം അത് എനിക്കറിയണം. അതും ഭഗവാന്റെ ലീലകളാണ്. ഓക്കെ, ശരി. അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. വേറെ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക്. ഹരേ കൃഷ്ണ. വഞ്ചകൽപരൂപച്ച ഹരേ കൃഷ്ണ. വഞ്ചകൽപരൂപച്ച കൃപാസിന്ധ്യാവച്ച പതിനാം പാവനേഭ്യ വൈഷ്ണവേഭ്യ നമാനന്ദ കോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഓക്കെ, ശരി. അപ്പൊ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.